ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AGD ഗോൾഡൻ ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കും. അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും കാർത്തു, പൊടിയമ്മ, മിനു പണ്ടേ പറയും മിനുവാണ് അവരുടെ റൗഡി. ആരെയും പേടിയില്ല. അപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആരെയും പേടിയില്ല. റിയൽ ലൈഫിലും ഭയങ്കര എപ്പോഴും കോമഡി ആയിട്ടും. ബിന്ദു പണിക്കർ ആൻറ്റിയുടെ ക്യാരക്ടർ ഞാൻ ആൻറ്റിക്ക് തന്നെ കൊടുക്കും. ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു കൽപ്പന മാം. കാർട്ടൂനാണ് ഒരുങ്ങി നടക്കാൻ ഇഷ്ടം, പക്ഷെ സ്വഭാവം വൈസ് മിനുവിന്റെ സ്വഭാവമാണ്. കാർട്ടൂന്റെ സ്വഭാവം കാർട്ടൂന്റെ അതേ സ്വഭാവം. മണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പാവമാണ്. അങ്ങനെയാണ്. ഏതാ പടം ഒന്ന് ഗസ് ചെയ്തേ? അയ്യോ, ഗസ് ചെയ്യാനൊന്നുമില്ല. ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ. ട്രാൻസ്ഫോർമേഷൻ ശാന്തയിലേക്കാണ്, നമ്മുടെ സിറ്റി ഗേളിലേക്കാണ് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. ഈ യങ്സ്റ്റർ ഇതാണ് എപ്പോഴും. അതെ, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് മിനുവിന്റെ. അതൊക്കെ ഒരു അഭിനയമായിരുന്നു. യെസ്. പിന്നെ അകത്ത് വന്ന് ഈ ചീത്ത പറയൂലേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നീ കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടറാണ് മിനുവിന്റെ. പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എന്ന് പറഞ്ഞ മേളിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും. നൂറ്റാണ്ടിന്റെ. അപ്പം അതിനകത്ത് പൊടിയമ്മയും മിനുവും ഉണ്ട്. ഇത് അവർ അതിനകത്തെടുത്ത ഷൂട്ടാണ്. അവർ ഒരു 5-6 ലേഡീസ് ഒരുമിച്ച് താമസിക്കുന്ന പോലെ. KBSയുടെ ഇതാമ്മയ്ക്ക് കാർട്ടൂണി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലി കുറേ വർഷമായിട്ടുള്ള പരിചയമാണ്. മിനുവിന്റെ കാര്യമായാലും പൊടിയമ്മയുടെ കാര്യം, പണ്ട് ഇവർ ഒരുമിച്ച് മൂകാംബിക അമ്പലത്തിൽ പോകുന്ന കാര്യമായാലും സെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. എടാ, നിന്റെ അമ്മയുടെ കുത്തുകളൊക്കെ അവിടെ കത്തിച്ച് വെച്ചേക്കണത് എന്ന് പറഞ്ഞ ആ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട്. ഇത് ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കാതെ പണി കിടക്കടാ അവിടുന്ന് എന്ന് പറയുന്ന ആ ഒരു ഇത് പറഞ്ഞതാണ്. ശ്രീമയുടെ ഈ പൊടിയമ്മ മലയാളികൾ സ്നേഹത്തോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ. എനിക്ക് തോന്നുന്നു മിനുവിന് ജനപ്രിയ നടീന്ന് കൊടുക്കാം. കൊച്ചു പിള്ളേർ തൊട്ട് 80 വയസ്സുള്ള അപ്പൂപ്പന്മാര് വരെ വിളിക്കുന്ന കൽപ്പന ചേച്ചി എന്നാണ്. എനിക്ക് കലാമ അഭിനയിച്ചാൽ എന്റെ ഫേവറേറ്റ് ഒരു സിനിമയാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. എങ്ങനെ മനസ്സിലായി? അത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയാമല്ലോ. അത് കോമഡിയാണ് കാർട്ടൂന്റെ. ഹായ്, ഹലോ എവറിബഡി, വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. കൽപ്പന, ഉർവശി കലാരഞ്ജനിമാരുടെ ഒരു ലെഗസി ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം കൽപ്പന ചേച്ചിയുടെ മകളായ ശ്രീമയ്യാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. താങ്ക് യു. എന്നാ ഉണ്ട് സുന്ദരി വിശേഷം? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എൻ്റെ ഇൻട്രോയില് ഞാൻ പറഞ്ഞില്ലേ ശ്രീമയി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചില ഇൻ്റർവ്യൂസിൽ നമ്മൾ സംഖ്യ എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ഒഫീഷ്യൽ നെയിം? എൻ്റെ ആക്ച്വലി ഞാൻ ജനിച്ചപ്പോൾ ഇട്ട പേര് എനിക്ക് ശ്രീമയി എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ സിനിമയിൽ വരുമ്പം പിന്നെ ശ്രീമയി ഇപ്പൊ കുറച്ച് കോമൺ ആയി. ഇപ്പൊ തമിഴിലൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. സോ ആണ് ശ്രീ സംഖ്യ എന്ന് മാറ്റിയതാണ്. എന്താ വീട്ടിൽ വിളിക്കുന്നത്? എന്താ എന്നെ വീട്ടില് മോളെ, വാവേ, കിങ്ങിണി, ചിഞ്ചി, കുഞ്ഞേ എല്ലാം വിളിക്കും. ഇവിടെ എൻ്റെ അടുത്ത് കലാമ പറഞ്ഞ് കേട്ടിരുന്നു പൂമ്പാറ്റ. എല്ലാം വിളിക്കും. കുഞ്ഞാറ്റ, പൂമ്പാറ്റ, അതുപോലെ ഒരു ഇതാണ് ഇട്ടത്. പിന്നെ എല്ലാം വിളിക്കും, എല്ലാരും എല്ലാം വിളിക്കുന്നല്ലേ. ഈ ഒരു ലെഗസി ഹോൾഡ് ചെയ്യുന്ന ഒരു ഫാമിലിന്ന് വരുന്ന ഒരാളാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ആക്ച്വലി അതൊരു വലിയ ഭാഗ്യമാണ്, അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇതിൽ എന്തായിട്ടാണ് ശ്രീമയ്ക്ക് തോന്നുന്നത്? എങ്ങനെ ആയിട്ടാണോ അതൊരു ഭാഗ്യമായിട്ടാണോ മോർ ഓവർ അതിനെ കാണുന്നത്? ആക്ച്വലി ഭാഗ്യമാണ്. ഈ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. എന്താ പറയുക, ഇത്രയും ജനങ്ങളുള്ള സമയത്ത് എൻ്റെ അമ്മ കൽപ്പന, എൻ്റെ അമ്മ കലാരഞ്ജനി, എൻ്റെ അമ്മ ഉർവശി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്കതിൻ്റെ വാല്യൂ അറിയില്ലെങ്കിലും മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ തന്നെയാണ്. പിന്നെ അതേ ടൈം റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഡസ്ട്രി തന്നെ, അവർ വാഴുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ ഞങ്ങൾ വരുമ്പം ആ എക്സ്പെക്റ്റേഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. ഓഡിയൻസിനും എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ. അവർ ആലോചിച്ച് വയ്ക്കും, ഇങ്ങനെ ഇവരെങ്ങനെ ആയിരിക്കും അഭിനയിക്കുന്നത്. നമ്മളെ കൂടുതൽ അവരിങ്ങനെ എന്താ പറയുക, സൂക്ഷ്മമായിട്ട് നമ്മളെ നോക്കും. ലൈക്ക് പെർഫോമൻസ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെ നോക്കും. സോ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ലക്കാണ്, ഭാഗ്യമാണെങ്കിൽ കൂടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ശരിയാണ്. അതായത് ഇപ്പം ഒരു ഫാമിലിയിലുള്ള അമ്മമാരെ പോലെ തന്നെ ഒരു വലിയ നടിയായാലും കൽപ്പന മാമിനെ പോലെ 100-300 സിനിമകൾ കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എന്നും ശ്രീമയെ പറ്റി പറയുമ്പോൾ ഇവരുടെ 3 പേരുടെയും മകൾ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും. ആ പേരില്ലാതെ വരില്ല. ഇപ്പം ഞങ്ങളുടെ അമ്മമാരുടെ കാര്യം പറയാനാണെങ്കിലും അവരുടെ അച്ഛൻ ചവറ VP നായർ, എൻ്റെ അപ്പൂപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചവറ VP നായരുടെ മക്കളാണ് അവരെന്ന് പറയും. അങ്ങനെ പറയുമ്പം ഞങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇനി ഫ്യൂച്ചറിൽ പറയാൻ പോകുന്നത്. ഓക്കെ,
മേ ബി ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗ്യത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തിരിച്ചറിഞ്ഞ് തോന്നിയിട്ടുണ്ടാവില്ല. എപ്പോഴാണ് പിന്നീട് ഓക്കെ എനിക്കൊരു സംഭവം ഉണ്ട് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മനസ്സിലാക്കിയത്? എനിക്ക് തോന്നുന്നു ഞാൻ കോളേജൊക്കെ ചെയ്യുമ്പം ഞാൻ മൂവീസിലേക്ക് കയറാനുള്ള ചെറുപ്പത്തിൽ തന്നെ അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അമ്മമാരെ കണ്ടിട്ട്. അതെ അതെ അതെ. നമുക്ക് വേറൊന്നും അറിയില്ല ബേസിക്കലി. ഇതാണ് അഭിനയിക്കുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം നമുക്ക് അതാണ് ഇഷ്ടം. അല്ലാതെ ഈ പഠിത്തത്തിലോ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോകുന്നില്ല. സോ അതിനുശേഷം ഞാൻ പിന്നെ കോളേജിൽ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വിസ്കോം മൂവി റിലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിസ്കോം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിയേറ്ററിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങി. തിയേറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ബാക്കിയുള്ള സ്റ്റാർ കിഡ്സിൻ്റെയും ഇതൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിൽ എന്ത് ടഫാണ്. ആരെങ്കിലും ചെറിയ എന്താ പറയുക സിനിമ എവിടെയെങ്കിലും ഒന്ന് അവരുടെ ഏതെങ്കിലും മൂവീസ് പാളിപ്പോയാൽ തന്നെ അവർ എത്ര സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരിത് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അവരുടെ പേര് നമ്മൾ എന്താ പറയുക അതേ ഒരു കോട്ടം തട്ടാതെ എക്സാക്ട്ലി സോറി അതെ. അപ്പം അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിനെക്കാട്ടിലും എക്സ്ട്രീമായിട്ട് കുറച്ച് പെർഫോം ചെയ്യണം. അപ്പം അതിന്റെ ബേസിക്കിൽ വന്ന ഒരു ഡിസിഷൻ ആയിരുന്നു ഡ്രാമ സ്കൂളിൽ പോയിട്ട് പഠിക്കണം, തിയേറ്റർ പഠിക്കണം എന്നുള്ളത്? എനിക്ക് എൻ്റെ അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന നാടക നടൻ ചവറ വി പി നായരാണ്. പിന്നെ എൻ്റെ അമ്മൂമ്മയെ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മയും ഡാൻസറാണ്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ കൂടെ തന്നെ അഭിനയിച്ചതാണ് വിജയലക്ഷ്മി. സോ അത് കാരണം അമ്മ എപ്പോഴും ഈ നാടകത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഈ നാടകത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവർ ഓൺ സ്റ്റേജ് ഈ മാസങ്ങളായിട്ട് റിഹേഴ്സ് ചെയ്ത് അവർ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലെനിക്കൊന്ന് പോയി ഒന്ന് എങ്ങനെയാണെന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഈ കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഒന്ന് അതിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ നമുക്ക് എങ്ങനെ എന്ന് നോക്കാം എന്ന് വെച്ചിട്ട് ലേണിംഗ് സ്കൂള് പോലെ. അതെ അതെ, ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നു ശ്രീമയി ഇത്രയും 3 അമ്മമാരിരിക്കുകയാണ് വലിയ ലെസണായിട്ട് മുമ്പിൽ. അപ്പം അവരുടെ ആ ഒരു ലെസൺസിനെ എത്ര പറഞ്ഞാലും കടത്തി വെട്ടുമോ ഈ ഒരു ഡ്രാമ സ്കൂള് സംഭവം? അങ്ങനെയല്ല. ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ, നമ്മുടെ പ്രാക്ടീസ് വേറെ. നമുക്ക് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമുക്ക് കൂടുതൽ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂവീസ് കാണുന്നത് പോലെ. അപ്പം പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പം ഞാൻ ഡ്രാമ സ്കൂളിൽ പോകുമ്പം ഇതുപോലെ ഇപ്പം ചെറിയ കാര്യങ്ങൾ പറയുമ്പം നമ്മളത് എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിക്കുമ്പോഴേ ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയേ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഈ കല എന്ന് പറയുന്നത്. സോ അത് കാരണം അവർ പറയും, ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാനത് പതുക്കെ അത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് ചെയ്തു നോക്കും. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് നമ്മളെ ഒരു ആക്ടർ എന്ന് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഈ ഡ്രാമയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആയാലും ഇനി ഫ്യൂച്ചറിൽ സിനിമയിലായാലും ഒരുപാട് കഥാപാത്രങ്ങൾ തേടിയെത്തുമ്പോഴും എന്നും ശ്രീമയ്ക്ക് റെഫറൻസ് എടുക്കാൻ ഈ അമ്മമാർ ചെയ്തു വെച്ച കുറേ ലെഗസി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ശരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ ഐ ക്യാൻ ടേക്ക് മൈ റെഫറൻസ് എന്നുള്ള രീതിയിൽ? റെഫറൻസ് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. റെഫറൻസ് എനിക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ഓരോ ആക്ടറിൻ്റെയും ശൈലിയും അവരുടേതായ ആ സ്വഭാവങ്ങൾ എപ്പോഴും വേറെ ആയിരിക്കും. ഇപ്പം മിനു ചെയ്യുന്ന പോലെയല്ല കാർത്തു ചെയ്യുന്ന പോലെയല്ല പൊടിയമ്മ ചെയ്യുന്നത്. പക്ഷെ ഇവർ 3 പേരും സിസ്റ്റേഴ്സാണ്. ഒരേ ക്യാരക്ടർ തന്നെ 3 പേരും വേറെ റേഞ്ചിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അവരെ പോലെ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാമെന്നല്ലാതെ ഒരിക്കലും ഒരു ആക്ടറിന് വേറൊരു ആക്ടറിനെ പോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതിനു മുമ്പ് അഭിനയിച്ചപ്പോഴേ നാടകത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുമ്പോൾ ഇവരിൽ 3 പേരുടെ ആരുടെ ഒരു സിമിലാരിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻ വന്ന് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ കാർത്തൂനെ പോലെയാണ്, എൻ്റെ വല്യമ്മയെ പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത് കാണാൻ. അതെ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ എന്നെ പറയുന്നത് പൊടിയമ്മ, എൻ്റെ ചെറിയമ്മയെ പോലെയും മിനുവിനെ പോലെയും ആണെന്നാണ് പറയുന്നത്. അതെ, അഭിനയിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ. പക്ഷെ കാണാൻ കാർത്തൂനെ പോലെ ആണല്ലേ? ഓക്കെ. ഈ ഒരു കമന്റ് പാസ് ചെയ്ത് ഈ ഒരു അവസരത്തിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ശ്രീമയിന്. ഇത് ഞാൻ കണ്ടിരുന്നോ? അതെ, ഇത് ഞാൻ കണ്ടിരുന്നു. അതെ, കാരണം ഈ വീഡിയോ റിട്രോ ഉർവശി മാം എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്, ഫ്രണ്ട്സൊക്കെ സെൻഡ് ചെയ്ത് തരും. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണോ? ഇല്ല, എനിക്ക് തോന്നില്ല. ആ ഷായ ഉണ്ടാവും, പക്ഷെ പൊടിയമ്മ എന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ്. അതിൻ്റെ അടുത്ത് ശകലം ഉണ്ടാവുമായിരിക്കും.
ഛായ. ശ്രീമയുടെ ഈ പൊടിയമ്മ മലയാളികൾ സ്നേഹത്തോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ. അതെ അതെ എന്താ വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ 80s കാലഘട്ടം തൊട്ട് ഇപ്പം വരെ ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലാതെ ഒരു ബ്രേക്കോ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നിലേക്കും ട്രാക്ക് മാറിപ്പോവാതെ പൊടിയമ്മ അതേ റേഞ്ചിൽ അതേ ഇതിൽ തന്നെ ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഓരോ സമയത്തും എന്താ പറയുക, ഓരോ സീനും ഓരോ ടേക്കിനും പല പല റിയാക്ഷൻസാണ് കൊടുക്കുന്നത്. അപ്പം അത് കാരണം ആ പദവി പൊടിയമ്മയ്ക്ക് തന്നെയാണ്. കൂടെ അഭിനയിച്ചപ്പോൾ തോന്നിയിരുന്നു ഇത്? അതെ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ സെറ്റിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ബാക്കി ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ചേച്ചി തന്നെ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആ ഒരു ഇതാണ്. അപ്പോൾ പൊടിയമ്മ തന്നെയാണ് അതിന്. സത്യം. ശരിക്കും പറഞ്ഞാൽ ശ്രീമയി ഒരു മെയിൽ ആക്ടേഴ്സ് ആണെങ്കിലുണ്ടല്ലോ, ഇപ്പൊ പല ഇത് നൊട്ടേഷൻസ് കൊടുക്കും നമ്മൾ ആസ് എൻ ജനപ്രിയ നായകൻ, യൂണിവേഴ്സൽ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ കൊടുക്കും. അപ്പൊ ഫീമെയിൽ ആക്ടർ ആയതുകൊണ്ട് ഈ 3 പേർക്കും അങ്ങനെ ഒരു ലെഗസി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവർക്കും 3 പേർക്കും വന്നേനെ പീപ്പിൾസ് ഫേവറേറ്റ് നമ്മളെ അല്ലെ, അങ്ങനെ അങ്ങനെ ജനപ്രിയ വേഴ്സറ്റൈൽ ആക്ടർ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു മിനുവിന് ജനപ്രിയ നടീന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ തൊട്ട് 80 വയസ്സുള്ള അപ്പൂപ്പന്മാർ വരെ വിളിക്കുന്ന കൽപ്പന ചേച്ചി എന്നാണ്. പ്രായമോ ഒന്നും നോക്കാതെ എല്ലാവരും വിളിക്കുന്ന കൽപ്പന ചേച്ചി കൽപ്പന ചേച്ചി എന്നാണ്. സോ എനിക്ക് തോന്നുന്നു മിനുവിന് അത് കൊടുക്കായിരുന്നു ആ ഒരു ഇതില്. ആക്ച്വലി ആൾക്കാര് കൽപ്പന ചേച്ചി ഇന്ന് പ്രായഭേദമന്യേ കൽപ്പന മാമിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോ ശ്രീമയി അവിടെ കൽപ്പന മാമിനെ പോലും, കൽപ്പന മാമനല്ല കലാമാമിനെ പോലും വിളിക്കുന്നത്. കറുത്തു നിന്റെ ഫോൺ അവിടെ അല്ല അമ്മ എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് റെഫർ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ അങ്ങനെയാണോ നിങ്ങൾ ഫ്രണ്ട്സ് പോലെ? അതെ, ഫ്രണ്ട്സ് പോലെയാണ്. ജനിച്ചപ്പോ തൊട്ട് അമ്മൂമ്മ, ഞാൻ പറഞ്ഞില്ലേ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്, ഞങ്ങളെ എല്ലാ കൊച്ചുമക്കളെയും. അപ്പോൾ അത് കാരണം ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്തോ ലൈക്ക് വെക്കേഷന് വരുന്ന പോലെ നമ്മുടെ അങ്ങോട്ട് വന്നിട്ട് ആ കാണുന്നതേ ഉള്ളൂ. കാണുമ്പോൾ അപ്പം ആ മെന്റൽ മെച്യൂരിറ്റി പോലും ഞങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ അതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം ചേച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കാർത്തു, മിനു അങ്ങനെ ഞങ്ങൾ പേര് മാറ്റി മാറ്റി ഒരു ബഹുമാനം കൊടുക്കണ്ടേ. അപ്പൊ അത് കാരണം അങ്ങനെ ബഹുമാനം കൊടുത്ത് കാർത്തു മിനു എന്നാക്കി. അതാണ് ഇപ്പോഴും ഇടയ്ക്ക് പറയുമ്പോഴും ഞങ്ങൾ എല്ലാരും അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. അതെ അതെ, വേറെ ഒന്നുമില്ല. അങ്ങനെ നീ വാ പോ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പേ ഉള്ളൂ ഞങ്ങൾക്ക്. ഫ്രണ്ട്ലി, അടിപൊളി. വിളിച്ചില്ലെങ്കിലാണ് കുഴപ്പം. അടിപൊളി. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അമ്മൂമ്മ ഇപ്പൊ അമ്മ വിളിച്ചില്ലേ, ആ അമ്മ വളർത്തുന്ന ഇത്രയും മക്കൾ, ആ 3 പെൺമക്കളുടെ കൂടെ വളർത്തുന്ന കൊച്ചുമക്കളെ മക്കൾ എന്നുള്ള രീതിയിൽ അങ്ങനെ വളർത്തിയത് അമ്മയ്ക്ക്. പിന്നെ അതിന്റെ ശേഷമുള്ള കൊച്ചുമക്കളെ അമ്മ മക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതെ, മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു 3 താര സിസ്റ്റേഴ്സ് ആണ് ഇവരുടെ. ഈ ഇടയായിട്ട് വന്ന കുറച്ച് AI ജനറേറ്റഡ് ഇമേജസ് ഞാനിപ്പോ കാണിക്കാം, ഒന്ന് റിയാക്ട് ചെയ്യണം നമുക്ക് വേണ്ടിട്ട്. ഓക്കെ, എന്ത് സുന്ദരിയാ 3 പേരും. ഇത് കണ്ടു. ആക്ച്വലി ഇവരുടെ ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെയാണ് എക്സാക്ട് ആയിട്ട് 3 പേരും. അതാണ്, ഇത് ഭയങ്കര വൈറലായല്ലോ ഇടയ്ക്ക് വെച്ച് AI ജനറേറ്റഡ് ഇമേജ് വന്ന്. ഇത് കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സെൻഡ് ചെയ്ത് തരും. അപ്പൊ ഇത് കണ്ടപ്പോ ഇവര് പണ്ടിരുന്ന പോലെ അതേപോലത്തെ ഇതാണ്. ഐ മീൻ ആ ഫേസും അതും ഒക്കെ. അപ്പൊ ഇതുപോലെ കുറെ വന്നിട്ടുണ്ട് AI ജനറേറ്റഡ് ഇമേജസ് വന്ന്. പിന്നെ ഇതുപോലെ കുറെ കാണാറുണ്ട്, വരാറുണ്ട്. ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഇവര് വീട്ടിലെ ഇടയ്ക്ക് വെക്കേഷന് വരുന്ന ഒരു മോഡാണെന്ന്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം ഒന്ന് റീകളക്ട് ചെയ്ത്? അതായത് നിങ്ങൾ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുന്ന കേട്ടപ്പോൾ ലൈക്ക് ശ്രീമയെ പറ്റി നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞതാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമായിരിക്കും, കസിൻസ് ഒക്കെ ആയിട്ട് ചെന്നൈയിൽ ഒന്നിച്ച് നമ്മളൊക്കെ നമ്മളെ കസിൻസ് ഒക്കെ ഒരു വെക്കേഷനൊക്കെ ഒന്നിച്ച് വരുമ്പോൾ അവർക്കതൊരു റൂട്ടീനാ. എന്നും രാവിലെ എഴുന്നേക്കുക, എല്ലാവരും കുറെ കുട്ടികൾ ഒരുമിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അമ്മമാർ വരിക, രസമായിരുന്നു അല്ലേ? ഞങ്ങള് സ്കൂളിൽ ഞാനും കുഞ്ഞാറ്റെ ഒന്നിച്ചായിരുന്നു, ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഡെയിലി ഞങ്ങൾ രാവിലെ എണീച്ച് ഒരുമിച്ച് ട്യൂഷന് പോകുന്നത്, സ്കൂളിൽ പോകുന്നത്, പുറത്ത് പോകുന്നത് എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ചേട്ടനുണ്ട്, വല്യമ്മയുടെ മോൻ. അപ്പം ചേട്ടൻ ഞങ്ങളെക്കാട്ടിലും കുറച്ച് മൂത്തായിരുന്നു. ആ ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഹിറ്റ്ലർ ചേട്ടൻ പെങ്ങന്മാരെ നോക്കുന്ന അങ്ങനെയായിരുന്നു. അത് കറക്റ്റ് മതി. ഇപ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ തന്നെ, ചെറുപ്പം തൊട്ട് ഇപ്പൊ തൊട്ട് അങ്ങനെ തന്നെ. ഇവിടുന്ന് നീ വെളിയിൽ പോവരുത്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്കൊക്കെ പോകാൻ എനിക്ക് കുറച്ച്, ഞാൻ അത്രയും ഇൻഡിപെൻഡൻ്റ് അല്ല.
അപ്പോൾ പോകുമ്പോൾ മക്കളെ സൂക്ഷിച്ചോണേ, ഒരു തുമ്മിയാ വരെ മക്കളെ സൂക്ഷിച്ചോണേ, നീ പനിയും പിടിച്ചോണ്ട് വരല്ലേ, അങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടൊരു ചേട്ടനാണ്. എൻ്റെ ഭാഗ്യമാണ് ആ ചേട്ടനെ കിട്ടിയത്. സോ അത് കാരണം എൻ്റെ കസിനായിട്ടില്ല, ഞങ്ങളെല്ലാവരും സിബ്ലിങ്സ് ആയിട്ടാണ് വളർന്നത്. ചേട്ടൻ, അത് കഴിഞ്ഞ് എൻ്റെ അമ്മാവൻ്റെ മോനുണ്ട്, ഇപ്പോൾ ബഹ്റൈനിലാണ്, അത് കഴിഞ്ഞ് ഞാൻ, പിന്നെ കുഞ്ഞാറ്റ, പിന്നെ ഇപ്പോൾ പൊടിയമ്മയുടെ ഏറ്റവും ഇളയ മോനുണ്ട്, മോൻ ഇപ്പോൾ 10 വയസ്സായി. അപ്പം ഞങ്ങൾ എല്ലാവരും സിബ്ലിങ്സ് ആയിട്ടാണ് വളർന്നത്. അങ്ങനെ ഏജ് ഗ്യാപ്പോ ഡിഫറൻസോ ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും ഒരുമിച്ച് ചെയ്യും, എല്ലാം ഒരുമിച്ചേ ഞങ്ങൾ ചെയ്യും. പിന്നെ ചീത്ത കിട്ടുന്നതും ഞങ്ങൾക്ക് 5 പേർക്ക് ഒരുമിച്ചാണല്ലോ, അപ്പോൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന അമ്മമാര് മക്കളെ ശാസിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്? ശാസിക്കാൻ ഞങ്ങൾ ടൈം കൊടുക്കൂലല്ലോ. എന്നിട്ട് വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് കുരുത്തക്കേട് ചെയ്യും. ആരെ ശാസിക്കണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്നെ ശാസിച്ചാൽ ഞാൻ പറയും ഞാനല്ലേ ഇതിന് കാരണക്കാരി, അവരാണ് കാരണക്കാരി. അപ്പം ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ചേട്ടൻ പറ അല്ല ഇവളാണ് കാരണക്കാരി. അപ്പം ഞങ്ങൾ ഒരുമിച്ചെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ ആരാണ് പ്ലാൻ ചെയ്ത് ആരെ ചീത്ത പറയണമെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി ഇവരെ കൺഫ്യൂസ് ആക്കിയ ഒരു സംഗതി ഓർമ്മയിലുണ്ടോ? പെട്ടെന്ന് പറയാം. ഇപ്പം ഞാനും ഞങ്ങൾ 4 പേര്, കൊച്ചു അനിയനില്ലാതെ ഞങ്ങൾ 4 പേര് ഈ പുറത്ത് ഔട്ടിങ് പ്ലാനൊക്കെ ഇടും. പക്ഷെ ഇവരോട് പറഞ്ഞു ഞങ്ങൾ ലേറ്റായിട്ട് അങ്ങനെ വരാൻ സമ്മതിക്കൂല. ഇപ്പോഴല്ലേ, ഒരു 5-6 ഇയേഴ്സ് ബാക്ക് അങ്ങനെ. അപ്പം ഞങ്ങൾ രാത്രി പോയി ചേട്ടനെയാണ് ഞങ്ങൾ കൂട്ടുപിടിക്കുന്നത്. അപ്പം ചേട്ടൻ വലുതായല്ലോ. അപ്പം ഞങ്ങൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ചേട്ടൻ നോന്ന് പറയാതിരിക്കാനും പറ്റില്ല. ഞങ്ങൾ പറയും പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ കൊണ്ടുപോകും, സോപ്പിടാൻ പറ്റും. അപ്പം ഞങ്ങൾ 3 പേരും കൂടി സോപ്പിട്ട്, വേറൊരു ബ്രദറും ഉണ്ടല്ലോ, അപ്പോൾ ഈ 2 ആമ്പിള്ളാരും കൂടി ഞങ്ങൾ 2 പെങ്ങന്മാരെ ഹിറ്റ്ലറിനെ പോലെ ബോഡി ഗാർഡ്സ് ആണല്ലോ കൂടെ നടന്ന് കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ വീട്ടിൽ ലേറ്റായിട്ട് വന്നില്ലെങ്കിൽ അവർക്കാണ് ചീത്ത കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ സോപ്പിട്ട് പുറത്തൊക്കെ പോകും. അതായിരുന്നു കാര്യം. ഇനി ഞാൻ ഇവരുടെ മറ്റൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കാണുമ്പോ നമുക്ക് കൽപ്പന മാമിന് ചെറിയൊരു ഗ്യാങ്ങിലൊരു ചട്ടമ്പിയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. അതെ, ഇത് അങ്ങനെ തന്നെ ആയിരുന്നു? അങ്ങനെ തന്നെ ആയിരുന്നു. എപ്പോഴും കാർത്തു, പൊടിയമ്മ, മിനു പണ്ടേ പറയും മിനുവാണ് അവരുടെ റൗഡി. അതെ, റൗഡി ആയിരുന്നു. എല്ലാരെയും ചീത്ത പറയുക, ആരെയും പേടിയില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്, ആരെയും പേടിയില്ല. റിയൽ ലൈഫിലും ഭയങ്കര എപ്പോഴും കോമഡി ആയിട്ടും അങ്ങനെ പറയുന്ന ഒരാളാണ്. പിന്നെ എല്ലാരെയും ചീത്ത പറയുക, ഒരു എന്താ പറയുക, മുൻപിൻ ചിന്തയില്ല, മനസ്സിലുള്ള കാര്യം അപ്പൊ തന്നെ അങ്ങ് തുറന്നു പറയും. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാരെയും ശാസിച്ച് എല്ലാവരും നിലയ്ക്ക് നിർത്തുന്ന ഒരാളായിരുന്നു. കൂട്ടത്തിൽ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് കോർണർ ഉള്ള ഒരു പേഴ്സൺ കലാ മാം. ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കുന്ന മാം അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ്. കലാ മാം ആണോ? അതെ, എപ്പോഴും പാവമാ കാത്തു. കൂടുതലും മിണ്ടേണ്ട സ്ഥലത്ത് മിണ്ടും. അത് നമ്മൾ കണ്ടിട്ടില്ല മുഖം. പക്ഷേ എന്താ പറയുക, പക്ഷെ അല്ലാത്ത സമയത്ത് സോഫ്റ്റ് ആണ്. അല്ലാതെ മിനുവിനെ പോലെയോ പൊടിയമ്മയെ പോലെയോ അത്രയും പെട്ടെന്ന് ഒരു അഗ്രസീവ് ആവുന്ന ക്യാരക്ടർ അല്ല. ഉർവശിമാരുടെ ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരും. മിനു അതുപോലെ തന്നെയാണ്. പക്ഷെ കാർത്തും അങ്ങനെയല്ല, പെട്ടെന്ന് ദേഷ്യം വരും. എല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മക്കളെ അല്ലേ? ഓക്കെ. എനിക്ക് കലാമ അഭിനയിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ഒരു സിനിമയാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. എങ്ങനെ മനസ്സിലായി? അത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയാമല്ലോ. അത് കോമഡിയാണ് കാർത്തുവിന്റെ. അത് സാധാരണ ചെയ്ത ക്യാരക്ടേഴ്സ് പോലെ അല്ല. സാധാരണ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് കാർത്തു എപ്പോഴും ചെയ്യാറ്. പക്ഷെ ഈ ഒരു മൂവിയാണ് ഫുൾ കോമഡി ആണല്ലോ അതിനകത്ത്. ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ചെയ്ത്. അതിനകത്ത് 3 സിസ്റ്റേഴ്സിന്റെ ഒരു റാപ്പോ ഉണ്ട്. അതായത് ഒരു ഇച്ചിരി കുശുമ്പും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഫുൾ കുശുമ്പൊക്കെ ആയിട്ട്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ എന്താ പറയുക, ഇച്ചിരി കുശുമ്പും കുന്നായ്മ ഗോസിപ്പിങ്ങിനൊക്കെ ഒരുമിച്ചിരിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു. ഇവർ ഷൂട്ടൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾ കാണുമ്പോൾ ഇവർ സിസ്റ്റേഴ്സ് എങ്ങനെയാണ്? ഈ ഇതിനകത്തുള്ള സിനിമയിലെ പോലെ ക്യാരക്ടേഴ്സിനെ പോലെ ആണോ? ഒരു കാര്യം, ഉറക്കം കൂടുതലാണ് എല്ലാവർക്കും കുറച്ച്. അപ്പൊ ഉറങ്ങി എണീറ്റിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ മിനു ഒരു സൈഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചോണ്ട് എന്നെ വിളിച്ചു പോരുത്, ഇപ്പൊ ഞാൻ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ശല്യപ്പെടുത്താൻ പോകില്ല. പിന്നെ കാർത്തു ആണെങ്കിൽ രാവിലെ തൊട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാ കാര്യവും, ഭക്ഷണമായാലും എല്ലാം എല്ലാം നമ്മളെ നോക്കുന്ന ഇതാണ്. കാർത്തുവിന് ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ. പിന്നെ പൊടിയമ്മ എപ്പോഴും ബിസിയാണ്, ഇതേപോലെ തന്നെ. ഉറക്കം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ തുടങ്ങുന്നത്. ഈ ഉറക്കം കഴിഞ്ഞിട്ട് വേണമല്ലോ തുടങ്ങാൻ. അപ്പം അത് ഉച്ചയാവാം, വൈകുന്നേരം ആവാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് തമ്മി സംസാരിക്കാനോ വഴക്കൂടാനോ ഉള്ള ടൈമില്ല. അതിന് ഞങ്ങൾ വഴക്കുണ്ടാക്കി ഞങ്ങൾ സംസാരിക്കാനുള്ള ടൈമേ ഞങ്ങൾക്കുണ്ടാവും. ഇവരെ കാണുമ്പോൾ ഞങ്ങൾ ബഹളമാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു ടൈമേ ഞങ്ങൾക്ക് അപ്പോൾ എക്സൈറ്റഡ് ആണ്. ഇവർ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. എപ്പോഴെങ്കിലും അല്ലേ കാണുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈമേ ഉള്ളൂ, ഇവർക്ക് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമേ അവർക്കും ഉണ്ടാവുള്ളൂ. ഇനി ഞാനൊരു പിക്ചർ കാണിക്കാം. ഈ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലകത്തിൽ ഇതാണ്. ഇത് മൂന്നും ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ 3 പേർക്ക് ആർക്കൊക്കെ കൊടുക്കുമായിരിക്കും? പൊടിയമ്മയ്ക്കും മിനുവിനും ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ കാർത്തൂന്റെ ക്യാരക്ടർ ഞാൻ കാർത്തൂന് തന്നെ കൊടുക്കും. പിന്നെ KPSC ലളിതാമ്മയുടെ ക്യാരക്ടർ ഞാൻ പൊടിയമ്മയ്ക്ക് കൊടുക്കും. ബിന്ദു പണിക്കർ ആന്റിയുടെ ക്യാരക്ടർ ഞാൻ ആന്റിക്ക് തന്നെ കൊടുക്കും. ആണല്ലേ? അതെ, അല്ല സോറി, ആന്റിക്ക് കൊടുക്കാം, നല്ല സോറി മിനുവിന് കൊടുക്കും. ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു കൽപ്പന മാം. കാർത്തൂനാണ് ഒരുങ്ങി നടക്കാൻ ഇഷ്ടം, പക്ഷെ സ്വഭാവം വൈസ് മിനുവിന്റെ സ്വഭാവമാണ്. കാർത്തൂന്റെ സ്വഭാവം കാർത്തൂന്റെ അതേ സ്വഭാവം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സ്വഭാവം വൈസ് മണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പാവമാണ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നസെന്റ് ആണ്, പാവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് കാത്തു കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ പാവമാണ് കാത്തു. കാണുന്നത് മാത്രമേ ഇങ്ങനെയുള്ളൂ, ആസ് ഇൻ ഭീകരി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആണോ എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം പാവമാണെന്നല്ലേ. അല്ല, ഞാൻ വന്ന് കയറിയപ്പോഴും ഭയങ്കര നൈസായിരുന്നു, ലൈക്ക് ചക്കരയാണെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിനു മുമ്പ് കൽപ്പന മാമിന്റെ ഒരു ഇന്റർവ്യൂല് ഒരു വഴുതനങ്ങ ഉണ്ടാക്കുന്ന ഒരു ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പരിസരത്തേക്ക് കുക്കിങ്ങിന് പോകാറേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ അമ്മമാര് ഭയങ്കര കുക്കിംഗ്, അത് ഇഷ്ടം ഇത് ഇഷ്ടം. ശ്രീമയോട് ചോദിച്ച ശ്രീമയി എന്നാ പറയാ അമ്മയുടെ കുക്കിംഗ് സ്കിൽസിനെ പറ്റി? അതിനകത്ത് കൽപ്പന പറയുന്നത് ഞാൻ ഉണ്ടാക്കത്തേ ഇല്ല. ഒന്നും ഉണ്ടാക്കാറില്ല. കുക്കിംഗ് സ്കിൽസിനെ പറ്റി നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി തരണം. സ്കൂളിൽ പോകുമ്പോൾ കാർത്തുമാണ് എല്ലാത്തിൻ്റെ ആള്. ഇപ്പം ഒരു അമ്മ എന്ന് പറഞ്ഞ മുടി കെട്ടി തരുന്നതിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതിൽ നിന്ന് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാർത്തുമാണ് ചെയ്യാറ്. മിനുവിനൊന്നും ചെയ്യാൻ അറിയില്ല. പിന്നെ ഞാനും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. വെച്ചാൽ മിനു ബിസി ആയിട്ട് വരും, ആ സമയത്ത് എനിക്കറിയാം ബിസിയാണ്. പിന്നെ മിനു രസം നന്നായിട്ട് ഉണ്ടാക്കും. രസം അത് ഇങ്ങനെ ചെന്നൈയിലൊക്കെ ഉള്ളപ്പോൾ പഠിച്ച, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഇതില്ല. കണ്ടിട്ടില്ലേ? ഇപ്പൊ ഈ വേഷത്തിൽ ഇരിക്കുമ്പോഴേ ഒരു ഫോട്ടോ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഫോട്ടോയിലുള്ള ആ ഒരു കുഞ്ഞ് വളർന്ന് വലുതായ പോലെ തോന്നുന്നത് ഇതാ ഈ പടം. അതെ അതെ അല്ലേ? പക്ഷെ ഈ ഷായ അല്ല, ഈ ഷായ എന്നാണ് എല്ലാരും പറയാറ്. ഇത് കണ്ട ഇതാരും തിരിച്ചറിയാറില്ല. ഓക്കെ, ഈ ഒരു പടത്തിന്റെ പുറകിലെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് പൂമ്പാറ്റയ്ക്കും അതെ കുഞ്ഞാറ്റയ്ക്കും അതെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു അതിന് പുറകിലെ രഹസ്യം? ഞാനും കുറച്ചിരുന്ന് ആലോചിക്കട്ടെ. അതിന് രഹസ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു വളരുന്ന ആ ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ ഓട്ടവും ചാട്ടവും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ഇതിലെത്തി. നമ്മൾ പിന്നെ വണ്ണം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പിന്നെ അതൊരു ഏജ് ആകുമ്പോൾ അതൊക്കെ മാറി, പിന്നെ അങ്ങനെ ട്രാൻസ്ഫോം ആയാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അമ്മമാർ 3 പേരും ഭയങ്കര സുന്ദരികളാണല്ലോ, പിന്നെ എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും, അതാരും മറക്കണ്ട. അതെ, നോട്ട് ദ പോയിന്റ്. ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് പിക്ചർ, ഇത് എന്നെടുത്തതാണ്, എപ്പോഴാണ്, ഒരു ഓർമ്മയുണ്ടോ? ഞങ്ങൾ നാനയ്ക്ക് വേണ്ടി കുടിയമ്മയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഓണത്തിനായിരുന്നോ വിഷുവിനായിരുന്നോ എന്ന് ഓർമ്മയില്ല. സോ ആ ഒരു സമയം നാനയ്ക്ക് വേണ്ടി എടുത്താണ്. നാനയ്ക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്താണ്, അമ്മയും മക്കളും കൊച്ചുമക്കളും കൂടി ചേർന്നിട്ട്. അതെ, ലൈക്ക് ലേഡീസ് മാത്രം, ഞങ്ങൾ ലേഡീസും ഗേൾസും മാത്രം എടുത്തൊരു ഫോട്ടോഷൂട്ടായിരുന്നു. നിങ്ങൾക്ക് അന്ന് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പോകാൻ ഇഷ്ടമായിരുന്നോ അതോ മടിയായിരുന്നോ? ഞങ്ങൾക്ക് മടിയായിരുന്നു. ഇത് വെച്ച് കെട്ടി എല്ലാം അത് ചിരിക്കുന്നത് വരെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ചിരിക്കണം. അപ്പോൾ ഇതൊന്നും നമുക്കങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ ചെയ്യണമല്ലോ എന്നുള്ള ദേഷ്യം. പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പം അന്ന് ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു മെമ്മറി ഉണ്ടാവില്ലല്ലോ. ഇപ്പം അത് നോക്കുമ്പം എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ആണ്, അമ്മ ഞങ്ങളെല്ലാവരും. ഇനിയിപ്പോൾ അഭിനയത്തിലേക്ക് വരുമ്പോഴായാലും ഇതേപോലെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരുമോ കലാ മാമും അതേപോലെ തന്നെ ഉർവശി മാമും? അവർ ജനറലി പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അവർ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്ന തന്നെ ഈ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങളും പിന്നെ അവരുടെ നല്ല എക്സ്പീരിയൻസസുമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈക്ക് ഔട്ട്കംസ് നല്ലതാണ്. സോ അത് കാരണം ആ ഒരു രീതി നന്നായിട്ട് തന്നെ നമുക്ക് എന്താണ് നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നത് ആ കാര്യം ചെയ്യാന്ന് പറയും. ഓൾറൈറ്റ്. ഇതിനു മുമ്പ് കൽപ്പന മാം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മകള് ശ്രീബുദ്ധനെ പോലെയാണ്. അതായത് പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് നടന്ന നമ്മളെ വീട്ടിലെ വരുന്ന ആന്റിക്ക് വിഷമാവത്തില്ലേ അമ്മ എന്നുള്ള കുറച്ച് എന്താ പറയുക, എൻ്റെ ചേട്ടനും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് എന്താ പറയുക എംപതി കൂടുതലാണ്. ഒരാളുടെ സഫറിങ് അവരെങ്ങനെയാണ് സഫർ ചെയ്യുന്നത് അതൊക്കെ ആലോചിച്ച് നമുക്കൊരു വിഷമമാണ്. സോ അത് കാരണം എനിക്ക് തോന്നുന്നു അമ്മ വളർത്തിയോണ്ടായിരിക്കും ഞങ്ങളിങ്ങനെ എന്താ പറയുക അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ നല്ലതാണ്.
അപ്പം അത് ആലോചിക്കും, നമുക്ക് അവരുടെ വിഷമം കൂടി നമുക്ക് താങ്ങാൻ പറ്റാതെ ആയിപ്പോൾ അത് ആലോചിക്കുമ്പോൾ. അത് സത്യമാണ്. ആണല്ലേ. അപ്പം ഇന്ന വേ അതിനെ ഇങ്ങനെയും നമുക്ക് നോക്കാം. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ ഒരു ക്ലോസ്ഡ് പേഴ്സൺ ആണ് ശ്രീമയി. അതെ അതെ, ഞാൻ വെരി ക്ലോസ്, വെരി പ്രൈവറ്റ് പേഴ്സൺ ആണ്. എനിക്ക് കൂടുതൽ എന്താ പറയുക, സോഷ്യലി എനിക്ക് പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അതല്ലാതെ നമുക്ക് വേറൊരു ഒരു മാർഗ്ഗമില്ല. ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ സോഷ്യൽ പേഴ്സൺ ആയിരിക്കണം. പക്ഷെ ഞാൻ വളരെ പ്രൈവറ്റ് പേഴ്സൺ ആണ്. ഞാൻ അങ്ങനെ കൂടുതൽ ആരോടും പെട്ടെന്ന് ഞാൻ അടുക്കാറില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി നമ്മളെ അങ്ങ് മാറ്റും, അത് വേറൊരു കാര്യം. ഞാൻ പണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു, എനിക്ക് സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരാൾ പുതിയതായിട്ട് സംസാരിക്കാൻ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി 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 വരുന്നുണ്ട്. ഇത്ര നേരം സംസാരിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് നേരിട്ട് കാണുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ എന്തോ പറയുന്നത് ഞാൻ. പക്ഷെ മീനാക്ഷി എപ്പോഴും ഞാൻ കാണും ഇന്റർവ്യൂസിൽ, അത് കാരണം എനിക്ക് പുതിയതായിട്ട് തോന്നിയില്ല. മീനാക്ഷിക്ക് എന്നെ കണ്ടപ്പോൾ തോന്നി കാണും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ക്ലോസ് പേഴ്സൺ ആയതുകൊണ്ടാണോ അപ്പം ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ലൈക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും അങ്ങനെ നമ്മൾ കൂടുതൽ ഞാൻ അങ്ങനെ എനിക്ക് ഓപ്പൺ ആവാൻ അങ്ങനെ ഇതില്ല. ബട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടെങ്കിലും കുറച്ച് ക്ലോസ്ഡ് ആണ്, മീനാക്ഷി പറഞ്ഞ പോലെ. അങ്ങനെ അല്ലാതെ എനിക്ക് കൂടുതൽ ഇങ്ങനെ അതിൽ ആക്റ്റീവായിരിക്കണം അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല. ഉണ്ടായിട്ടില്ല. ഇത്ര നേരം സംസാരിച്ചത് വെച്ചിട്ട് ആൾക്കാരെല്ലാവരും ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസും കണ്ട് പറയുന്നത് ശ്രീമയിക്ക് ശരിക്കും കൽപ്പന മാമിന്റെ അതേ സൗണ്ടും ആക്ഷനും ചിരി ഇപ്പൊ നേരത്തെ പറഞ്ഞേ അതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ കൽപ്പന മാം എന്താ പറയുക, നമ്മൾ കാണുന്ന കൽപ്പന മാം കേട്ടോ ഭയങ്കര ഒച്ചയുണ്ടാക്കി സംസാരിച്ച് ഭയങ്കര മാം ഉള്ള ആ ഒരു സറൗണ്ടിങ്ങിലുള്ള എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഹൗ ആർ യു? യു ആർ എ വെരി ക്വയറ്റ് പേഴ്സൺ വെൻ കമ്പയർഡ് ടു മിനുവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഭയങ്കര, പക്ഷെ കുഞ്ഞാറ്റ അങ്ങനെയല്ല, അവള് മിനുവിനെ പോലെയാണ്. അപ്പൊ ഞാൻ അതിന്റെ മിനുവിന്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആണ്. ഞാൻ കൂടുതൽ സംസാരിക്കൂല. ഞാൻ പിന്നെ കാര്യം ചോദിക്കുന്നതിന് മാത്രം വർത്തമാനം പറയും, അല്ലാതെ കൂടുതൽ ഞാൻ അങ്ങനെ സംസാരിക്കും, ഫുൾ ബഹളം ഉണ്ടാക്കി എനിക്കതൊന്നും പറ്റൂല, എനിക്കത് പറ്റൂല. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മക്കളെ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം അത് പതുക്കെ പതുക്കെ ഞാൻ വെളിയിൽ വരുന്നുണ്ട്. പക്ഷെ ആ എക്സ്ട്രീമിലോട്ട് എനിക്ക് പോകാൻ പറ്റൂല. അത് വേറെ അതിലേക്ക് ചെല്ലാനേ പറ്റൂല. അതിങ്ങനെ വാദോരാതെ സംസാരിക്കും. പക്ഷെ മിനുവിന് അതിൻ്റെ ഒരു മടുപ്പില്ല. അത് നാച്ചുറലായിട്ട് മിനു ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും കോമഡി പറയുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അത് മിനു നാച്ചുറലായിട്ട് വരുന്ന കാര്യമാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ കണ്ണടച്ച് കുറച്ച് നേരം എന്തെങ്കിലും കേൾക്കുമ്പോൾ ആ ഒരു സൗണ്ട് പോലെ ഒരു ഭയങ്കര സിമിലാരിറ്റി എല്ലാവരും പറയുന്നതാണ്. അതെ അതെ. എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ അടുത്ത് അമ്മ ഡോണ്ട് ഡു ലൈക്ക് ദിസ് എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പൊ മിനുവിന്റെ അടുത്താണോ? ഓക്കെ, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൊച്ചു പിള്ളേരുടെ സ്വഭാവം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മളെ കളിയാക്കും, എല്ലാരെയും, വീട്ടിലുള്ള എല്ലാരെയും കളിയാക്കും. അപ്പം നമുക്ക് തന്നെ കുറച്ച് ഒരു നാണക്കേടാവും, അയ്യോ എന്താണ് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ. അത് മാത്രം ഇടയ്ക്ക് ഞാൻ പറയും, ഇങ്ങനെ കളിയാക്കല്ലേ എല്ലാവരും. എന്താ പറയുന്നത്, ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നൊക്കെ കൊച്ചിലെ ഞാൻ സംസാരിക്കുന്നത് കുഞ്ഞു സൗണ്ടാണല്ലോ, ഇതുപോലെ അഭിനയിച്ച് കാണിക്കും. അപ്പൊ എനിക്ക് നാണക്കേടാണ്, അയ്യേ എന്താ ഇങ്ങനെ കൊച്ചു ശബ്ദത്തിലാണോ ഞാൻ സംസാരിക്കുന്നത്, പറയാം എല്ലാവരും ഉപയോഗിച്ച് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാതെ എനിക്ക് നാണക്കേടാണെന്ന് പറയാം. അതൊക്കെ പറയുമായിരുന്നു. അമ്മ എന്തെങ്കിലും തന്ന ഒരു ഉപദേശം ഇന്ന് നല്ല ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉപദേശിക്കാൻ ഇല്ല, ഞങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് എപ്പോഴും ബിഹേവ് ചെയ്തിട്ടുള്ളത്, മിനു ഞാനും. പക്ഷെ അമ്മ കുറേ ഉപദേശങ്ങൾ തരും. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ പോലെയല്ലേ, അപ്പം ഞങ്ങൾ ആ ഒരു മെന്റൽ മെച്യൂരിറ്റിയിലേ അവരെയും കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, മിനു അങ്ങനെ ഉപദേശങ്ങൾ തന്നിട്ടില്ല. എനിക്ക് തോന്നണേ ഇവരൊക്കെ ഇന്നും ഇത്ര യങ് ആയിട്ട്, അതായത് ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ പോലെ വരുന്നത് നിങ്ങളൊക്കെ ആ ഒരു അമ്മ പരിവേഷം കൊടുത്തിട്ടില്ല, സിസ്റ്റേഴ്സ് പോലെ. അതാണ് ഇന്നും നമ്മളെ പോലെ. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. സോ അത് കാരണം അവർക്കും ആ ഒരു ഇതേ ഉള്ളൂ, അവരും ആ ഒരു ഇതിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കുഴപ്പമില്ല, ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ പോകുന്നു. ഓക്കെ ശ്രീമയി, ഞാൻ ഇനി കൽപ്പന മാം ചെയ്ത കുറച്ച് ഐക്കോണിക് ക്യാരക്ടേഴ്സ് രണ്ടെണ്ണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എനിക്കിപ്പോൾ കിട്ടിയത് ഞാൻ കാണിക്കാം. അപ്പം ഇത് ഫസ്റ്റ് വൺ. ഏതാ പടം ഒന്ന് ഗസ് ചെയ്തേ? അയ്യോ, ഗസ് ചെയ്യാനൊന്നുമില്ല, ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ ഇത്. ഈ സീൻ ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അമ്മയ്ക്ക്. ശാന്ത അല്ലേ? പക്ക നാട്ടുമുറങ്ങാരിയിൽ നിന്ന് മോനെ ഇന്നൊരു പിസ്സ ഓർഡർ ചെയ്യൂ എന്ന് പറയുന്നൊരിത്.
ആ ഒരു ഇതിൽ ഏതൊരു കൈൻഡ് ഓഫ് അമ്മയിലേക്കാണ് റിയൽ ലൈഫ് കൽപ്പന മാമിനെ ഒന്ന് ചേർത്ത് വെക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ആ ട്രാൻസ്ഫോർമേഷണൽ ശാന്തയിലേക്കാണ്, നമ്മുടെ സിറ്റി ഗേളിലേക്കാണ് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. അത് ഭയങ്കര മോഡേൺ ചിന്താഗതിയാണ്, ഈ പഴഞ്ചൻ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അതാണെങ്കിൽ ആ ക്യാരക്ടറിന് അതിൽ നിന്ന് വെളിയിൽ വരണമെന്നുള്ളൊരു ആവേശമായിരുന്നല്ലോ. മിനു എപ്പോഴും ഭയങ്കര എന്താ പറയുക, ലൈക്ക് ഈ യങ്സ്റ്റർ ഇതാണ് എപ്പോഴും. അതെ, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് മിനുവിൻ്റെ. അപ്പം ഞാൻ ആ ന്യൂ ജനറേഷൻ ശാന്തയിലേക്ക് ഇത് ചെയ്യുള്ളൂ. അതേപോലെ എന്തായിരുന്നു ലൈക്ക് ഇപ്പം മോനെ ഇന്ന് പിസ്സ ഓർഡർ ചെയ്യാം എന്ന് പറയുന്നില്ലേ, അതേപോലെ ഈ ഒരു ന്യൂജൻ സാധനം ശ്രീമയോട് പറയുന്നത്? എനിക്ക് മിനു സ്പെഗറ്റി ഇല്ലേ, സ്പെഗറ്റി ഇറ്റാലിയൻ ഫുഡ് കണ്ടിട്ട് പഠിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് നന്നായിരുന്നു, അതില്ലെന്ന് പറയാൻ പറ്റില്ല, നന്നായിരുന്നു. പക്ഷെ പറയാ ആ ഫുഡ് എങ്ങനെ കണ്ടുപിടിച്ച് ഉണ്ടാക്കി എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഈ മഞ്ജു പിള്ള ചേച്ചിയാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ മക്കൾക്ക് ഇത് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് സ്പെഗറ്റി എനിക്ക് പഠിച്ചുണ്ടാക്കി തന്നു. അപ്പം പിസയുമായിട്ട് ചേർക്കാം. ഓ, അപ്പൊ ഉറപ്പായിട്ട്. അപ്പം ഈ ഒരു പണം കണ്ടിട്ടേ അതിനകത്ത് ആദ്യത്തെ അമ്മ വളരെ സെറ്റൊക്കെ കൊടുത്തു, എന്താ ഈശ്വര എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു അഭിനയമായിരുന്നു. യെസ്, അത് കണ്ട് കളിയാക്കിയിട്ടുണ്ടോ? എന്നാ അമ്മ എന്ന് പറഞ്ഞ അങ്ങനെയല്ല, അത് മിനു അതേ അല്ല. പിന്നെ അകത്ത് വന്ന് ഈ ചീത്ത പറയൂല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നീ കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടറാണ് മിനുവിന്റെ. പക്ഷെ അതാണ് റിയൽ ഫേസ്. അപ്പൊ എനിക്ക് അതുമായിട്ട് നന്നായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റി. അതെ, പറഞ്ഞിട്ടുണ്ട്. അടുത്ത പിക്ചർ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ? SI മറിയാമ്മ. ഇത് ഇഷ്ടം പടത്തില്. ഇതിനകത്ത് നേരത്തെ ശ്രീമായി പറഞ്ഞില്ലേ ഒരു റൗഡി ക്യാരക്ടറാണ്. അപ്പം അത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ടോം ബോയ്സ് തിങ് വേണമെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പണ്ട് മിനു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയാറ്. എന്ന് വെച്ചാൽ ബാക്കി 2 സിസ്റ്റേഴ്സിനെ നിലയ്ക്ക് നിർത്തി വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അസലൊരു ആങ്കൊച്ചാണെന്നേ പറയുള്ളൂ സ്വഭാവമൊക്കെ. അപ്പം ഓരോ വീട്ടിൽ പോയി ബെല്ലടിച്ചിട്ട് ഓടി വരും. അപ്പം മിനു അപ്പം പറയും എനിക്കൊരു പോസ്റ്റ് വുമൺ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരുടെ വീട്ടിൽ പോയി ബെല്ലടിക്കാനായിരുന്നു. അപ്പം അങ്ങനത്തെ കുരുത്തം കെട്ട ഒരു കൊച്ചായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പം ഈ ഇഷ്ടത്തിലെ ക്യാരക്ടർ അത് തന്നെ, റൗഡി തന്നെ. അതെ, ഇതേപോലെ ഒരു യുണീക്ക് ക്യാരക്ടർ ഏതായിരുന്നു ശ്രീമയുടെ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് ഡോൾഫിൻ ബാറിൽ സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ അഭിനയിച്ച് അതിനകത്ത് ഒരു സീരിയസ് ക്യാരക്ടറായിരുന്നു ചെയ്തിരുന്നത്. ഡോൾഫിൻ ബാർ ദീപൻ ആ പടത്തിൽ ഒരു സീരിയസ് ക്യാരക്ടർ, ഒരു അസുഖം ബാധിക്കപ്പെടുന്ന ഒരു വൈഫായിട്ടാണ്. അപ്പോൾ അതൊരു സീരിയസ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഈ സ്പിരിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത പടം, ചാർലിക്ക് മുമ്പ് ചെയ്ത മൂവിയായിരുന്നു അത്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. കോമഡി ചെയ്യുന്ന പോലെ അല്ല ഇത്, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പം എന്താ പറയുക, ഒരു കുറേ വർഷം, ഒരു 20 years കോമഡി ചെയ്തിട്ട് പിന്നെ സീരിയസ് ആയിട്ട് ചെയ്ത ഒരു 5-6 ഫിലിമിൽ ഒന്നായിരുന്നു ഡോൾഫിൻ ബാർ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. എനിക്ക് ചാർലിയിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്വീൻ മേരി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു ഹിറ്റ് തന്നെയാണ് ഓഡിയൻസിന്റെ മനസ്സിലേക്ക് കൽപ്പന മാം കൊടുത്തത്. അത് കുറച്ചൊരു 10 minutes ഉള്ളൂ എങ്കിലും അതൊരു എന്താ പറയുക, അതൊരു ഇമ്പാക്റ്റ് തന്നൊരു സീനായിരുന്നു. അങ്ങനെ ഇമ്പാക്ട് തന്നതിൽ ഒരു ഫേവറേറ്റ് ഫിലിം ചാർലി ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്ക് ചാർലി ഇഷ്ടമാണ്. ചാർലി എനിക്ക് അതിനു മുമ്പ് എനിക്ക് സ്പിരിറ്റിലെ ക്യാരക്ടർ, ഈ ഡോൾഫിൻ ബാർ പോലെ തന്നെ സ്പിരിറ്റിലെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. ഇപ്പം നന്ദു അങ്കിള് ആ വെള്ളം ഒടിച്ചിട്ട് വരുന്ന ക്യാരക്ടർ, ഈ വാരിയിട്ട് ഉപദ്രവിക്കുന്ന, അതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പം നമുക്ക് കാണുന്നില്ലെങ്കിലും എത്രയോ സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അന്ന് ഈ സിനിമകളുടെയൊക്കെ റിലീസ് സമയത്തും അത് ചർച്ച ചെയ്യുന്ന സമയത്തും നമ്മളൊക്കെ കുറച്ചുകൂടെ ലൈക്ക് യു വർ യങ് ആ ഒരു സമയത്ത്. ഇപ്പോഴാണോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അമ്മേനെ കുറേയും കൂടെ ഒരു ആരാധന കൂടുന്നുണ്ടോ? അതെ അതെ അതെ, എനിക്ക് അന്ന് നമുക്ക് ആ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. പിന്നെ ചാർലിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ബാംഗ്ലൂർ ഡേയ്സ് തൊട്ടാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ തുടങ്ങി. ആ ക്യാരക്ടർ ഇൻഡെപ്തായിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സാണ്. ഇപ്പം 300 പടം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ക്യാരക്ടറിനും ഓരോ വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ അല്ല അഭിനയിച്ചേക്കുന്നത്. അപ്പം എല്ലാ ക്യാരക്ടറേയും ആ വേരിയേഷൻ എനിക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ചാർലി, ബാംഗ്ലൂർ ഡേയ്സ് ചാർലി ആ സമയത്തായിരുന്നു. ഇനി വേറൊരു ഇൻ്റർവ്യൂവിൽ കൽപ്പന മാം പറഞ്ഞ ഒരു സംഭവം ഞാൻ വായിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ റിബലായത് വീട്ടിലെ 2 പെൺകുട്ടികളുടെ സൗന്ദര്യം കാരണം.
എന്നെ നെക്സ്റ്റ് ആക്കിയത് പൊടിമോളും കലച്ചേച്ചിയും എന്ന് കൽപ്പന. അതെ അതെ സത്യമാണ്. മിനു പണ്ടേ പറയും കാർട്ടൂനെ കാണാൻ നല്ല ഭംഗി, മിനു മെലിഞ്ഞ്, അപ്പൊ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ആയിട്ട്, പൊടിയമ്മയ്ക്കും കേളി ഹെയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പം മിനുവിനൊരു ദേഷ്യം, ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ മുടിയും നീണ്ട് വെളുത്ത് വെളുവളാന്ന് മെലിഞ്ഞിരിക്കുന്നു, ഇവരെ പോലെ ഒന്നുമല്ല ഇരിക്കുന്ന കാണാൻ. അപ്പം ആ ഒരു ദേഷ്യമാണ് മിനുവിന്. അപ്പം മിനു എൻ്റെ അടുത്ത് എപ്പോഴും പറയും മക്കൾ കലമോളെ പോലെ വേണം ഇരിക്കണം, ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറയുമായിരുന്നു. അതുപോലെ ജനിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കാണാൻ കാർട്ടൂനെ പോലെ തന്നെയാണ്. മിനു പ്രാർത്ഥിച്ച് അങ്ങനെ ആക്കി. അപ്പോൾ പണ്ടേ ഇവർ മിനു എപ്പോഴും ആത്മകഥയിലൊക്കെ എഴുതിയിട്ടുണ്ട്, കാർട്ടൂൺ പൊടിയമ്മയും കാരണമാണ് വഴക്ക് ഒരു ആങ്കൊച്ചിനെ പോലെ തന്നെയായിരുന്നു. അവർ കാരണമാണ് ഈ എല്ലാ വഴക്കും കാര്യങ്ങളും, ഇവരെ കരയിപ്പിക്കുന്നതാണ് മെയിൻ പരിപാടി. പേടിപ്പിക്കുക, കരയിപ്പിക്കുക വെച്ചാൽ ഭയങ്കര സാമർത്ഥ്യമുള്ള കാരണം ചാടിക്കേറി എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇവർക്ക് പേടിയാണ്, അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള പേടിയാണ് ഇവർക്ക്. അതെ, ഇവരെ പേടിപ്പിച്ച് തന്നെ നിലയ്ക്ക് നിർത്തിയ ആളാണ്. അങ്ങനെ ഒരു ആളായിരുന്നു അല്ലേ? ശരിയാണ്. ലൈക്ക് ഇപ്പോഴായാലും ശ്രീമയെ കാണുമ്പോൾ കലാമാമിന്റെ ആ ഒരു ശ്രീമയെ കാണുമ്പോൾ ഗുണ്ടേ പോലെ തോന്നും. അല്ല, ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിലും എപ്പോഴും ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയാൽ ഇതേപോലെ ചുരിദാറൊക്കെ ഇട്ട് പട്ടപ്പൊട്ടൊക്കെ ഒരു നാടൻ സംഭവമാണോ ഇഷ്ടം? അങ്ങനെയല്ല, നമുക്ക് ഒക്കേഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ചില്ലാണ്. നമ്മള് മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ ഒരു എൻവയൺമെന്റ് ആണ്, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇതാണ് അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ. സോ കൽപ്പന മാം ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു ഐക്കോണിക് സീൻ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി അല്ലേ? അപ്പം നമ്മുടെ എന്നും എപ്പോഴും ഉള്ള പടത്തിൽ ലാൽ സാറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്ന് ബിന്ദു നൈനാൻ എപ്പോൾ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലേ, ഞാൻ അറ്റാക്ക് ചെയ്യൂല, പേടിക്കണ്ട. അപ്പം ഈ ബിന്ദു നൈനാൻ പറയുന്ന അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് ഈ എണീച്ച് പോകുമ്പോൾ ഉള്ള സീനുണ്ട്, എടാ നിന്റെ അമ്മയുടെ കുത്തുകളൊക്കെ അവിടെ കത്തിച്ച് വെച്ചേക്കണത് എന്ന് പറഞ്ഞ ആ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട്. ഇത് ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കാതെ പണി കിടക്കടാ അവിടുന്ന് എന്ന് പറയുന്ന ആ ഒരു ഇത് പറഞ്ഞതാണ്. അല്ല, അത് ഒരു പറയുന്നതിനൊരു സ്വാഗ് ഉണ്ട്. അതാണ് ഇന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ തന്നെ ഓഫ് സ്ക്രീൻ കുറച്ച് കാര്യങ്ങൾ 2-3 സീൻ നമ്മളങ്ങ് റെഫറൻസ് എടുത്ത് വെച്ചത്, മറ്റേ പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എന്ന് പറഞ്ഞ മേളി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കരുതേ എന്ന് പറയുന്നത്. അത് ലൈക്ക് ശരിക്കും പറഞ്ഞു ഈ മെയിൽ ക്യാരക്ടേഴ്സിന്റെ കോമഡി സീനുകളാണ് എപ്പോഴും നമ്മളെ പെട്ടെന്ന് റെഫറൻസ് എടുത്ത് പറയുന്നത്. അതെ, പക്ഷെ ഫീമെയിൽ ഇതിന് സൈഡിലേക്ക് വരുമ്പോ നമ്പർ 1 ആയിട്ട് ദ മോസ്റ്റ് ഡിസ്കസ്ഡ് തന്നെ നമുക്ക് പറയാം കൽപ്പന മാമിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ശരിയല്ലേ? ശരിയാണ്, സത്യമാണ്. ഇപ്പം ഫീമെയിൽ ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം ഫസ്റ്റ് മിനുവിനെ തന്നെ പറയാം, അടുത്ത മഞ്ജു ചേച്ചിയെ പറയാം, പിന്നെ സുബി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ, അല്ലാതെ പക്ഷേ എന്നെ ഫസ്റ്റ് വരുന്ന മിനു തന്നെയാണ്. ഹ്യൂമറിൽ ആദ്യം ലേഡി ഇതായിട്ട് വരുന്ന മിനു തന്നെയാണ്. പിന്നെ തമിഴിലുണ്ട്, പക്ഷെ മലയാളത്തിലെന്ന് പറയുമ്പോൾ മിനു തന്നെയാണ്. ഹാസ്യ റാണി എന്നാണല്ലോ പറഞ്ഞിരുന്നത് എല്ലാവരും. അതെ, അപ്പോൾ മിനുവിൻ്റെ പേര് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ആ ഒരു അതേ റേഞ്ചിൽ കോമഡി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രീമയ്ക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഒരു ആക്ടറിന് വേറൊരു ആക്ടറിനെ പോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതും മിനു ഒക്കെ ആണെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇതൊക്കെ. പക്ഷേ എനിക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ട്. പല ഭാവങ്ങൾ സ്ക്രീനിൽ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് നടിമാരുടെ പേര് പറഞ്ഞു. ഈ 3 പേരെയും, അതായത് ഉർവശി മാം, കൽപ്പന മാം, കലാ മാം, ഇവര് കോമഡി ചെയ്തതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. അതെ, അതിനകത്ത് എന്തൊരു വെറൈറ്റിയാണ് കാർത്തു ചെയ്തത്. അപ്പൊ ഇനിയും കോമഡി റിയൽ ലൈഫിൽ എന്താ പറയുക, ഇപ്പോൾ ഹൗ ഓൾഡ് ആർ യുവിൽ പോലും ക്യാരക്ടേഴ്സൊക്കെ കാർത്തു ചെയ്തു. പിന്നെ സൂഫിയും സുജാതയിലൊക്കെ കാർത്തു ഒരു എന്താ പറയുക, ഒരു മണ്ടിയായിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പം ആ ഒരു സമയത്ത് കാർത്തു സംസാരിക്കുന്നത് കോമഡി വളരെ എളുപ്പത്തിൽ വരും. കോമഡി കൈകാര്യം ചെയ്യാൻ വളരെ പാടാണ്, പക്ഷെ ഇവർക്ക് 3 പേർക്കും വളരെ എളുപ്പത്തിൽ വരുന്ന ഒരു കാര്യമാണ് കോമഡി. അത് ഭയങ്കര ആൾക്കാരെ ചിരിപ്പിക്കാൻ പറഞ്ഞൊരു പാട് തന്നെയാണ്. നമ്മൾ നേരത്തെ ശ്രീകൃഷ്ണപുരത്തെ ആ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, അത് ആ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണ്ണിൽ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും കാണാൻ പറ്റി KPSC ലളിതാമ്മയെ പറ്റിയിട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ്? അത് KPSC ലളിതാമ്മ വീട്ടിൽ വരുമായിരുന്നു, അമ്മയുടെ കൂടെ വളരെ അമ്മയുടെ കൂടെ വളരെ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. മുമ്പേ അവർ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ചൊക്കെ. അപ്പം വീട്ടിൽ അപ്പം
2020 ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ വരുമായിരുന്നു. നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കും, പിന്നെ എപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കും. അപ്പം ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട് തൊട്ടേ, ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പം അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ പിന്നെ അത് എന്താ പറയുക, ഞങ്ങൾക്കും ആ ഒരു അടുപ്പമായി, ഞങ്ങൾ കൊച്ചുമക്കൾക്കും ആ ഒരു അടുപ്പമായി. സ്നേഹമുള്ള അമ്മയായിരുന്നു. അപ്പം ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു. ആ ഒരു സ്നേഹത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ശ്രീമയി ഇപ്പം കാണിക്കാം. അതെ അതെ അതെ, ഇത് ഏതൊക്കെ വിടക്കോഴി പോകുന്ന നൂറ്റാണ്ടിന്റെ. അപ്പം അതിനകത്ത് പൊടിയമ്മയും മിനുവും ഉണ്ട്. അപ്പൊ ഇവര് ലേഡീസ് ഹോസ്റ്റൽ പോലെ താമസിക്കുന്ന അതിനകത്തായിരുന്നു വിടക്കോഴി പോകുന്ന നൂറ്റാണ്ടില്. അപ്പം ആ സിനിമയിൽ വെച്ചിട്ട് ഇത് അവർ അതിനകത്തെടുത്ത ഷൂട്ടാണ്. അവർ ഒരു 5-6 ലേഡീസ് ഒരുമിച്ച് താമസിക്കുന്ന പോലെ. അപ്പോൾ ആ സമയത്തൊക്കെ വെച്ചിട്ട് പിന്നെ കാർത്തു ജനിച്ചപ്പോൾ തൊട്ട് അറിയാം, KPS ലതാമ്മയ്ക്ക് കാർത്തൂനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലി കുറേ വർഷമായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ കാണുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയും. മിനുവിന്റെ കാര്യമായാലും പൊടിയമ്മയുടെ കാര്യം, പണ്ട് ഇവർ ഒരുമിച്ച് മൂകാംബിക അമ്പലത്തിൽ പോകുന്ന കാര്യമായാലും സെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കും അടുപ്പമുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ. ലൈക്ക് ഭയങ്കരമായിട്ട് അമ്മമാരിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഈ ഒരു സിനിമാ രംഗത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സംഭവം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അമ്മമാരെപ്പോഴും പറയും ഇവിടുത്തെ ആൾക്കാർ ലൈക്ക് എന്താ പറയുക, അത്രയും കെയറിങ് ആയിട്ട് നോക്കുന്നതും. ഐ മീൻ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും ഭയങ്കര സേഫാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സേഫും ആണ്, പിന്നെ അവർക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളിത് കണ്ടു വളർന്നത് കാരണം ഞങ്ങൾക്കും ഇതിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പല പല ക്യാരക്ടേഴ്സ് നമുക്ക് അണിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ ആവാം, പോലീസ് ക്യാരക്ടർ ചെയ്യാം, ഒരു സ്റ്റുഡൻ്റ് ആവാം. ഏജും ലൈക്ക് ഏജ് ആൻഡ് എന്താ പറയുക, ക്വാളിഫിക്കേഷൻ. എക്സാക്ട്ലി. ഇപ്പോൾ ഏജ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് നമുക്ക് ഇൻഡെപ്തായിട്ട് പോവാം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ ഇന്ന് എണീച്ചാൽ ശരി, നിങ്ങൾ ഇന്നൊരു ഡോക്ടറാണ്, ഡോക്ടറായിട്ടുള്ള ഇത് വേണം നിങ്ങൾ അഭിനയിക്കാൻ. നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പോർട്സ്മാൻ ആണ്. അങ്ങനെ നമ്മൾ പോകുമ്പം പല പല എക്സ്പീരിയൻസസ് ആണ്. ഇപ്പം ലാൽ സാർ ആയാലും സുരേഷ് ഗോപി സാറിലെ കളിയാട്ടം പടത്തിൽ പ്രത്യേകിച്ച് ആ ഒരു ആർട്ട് ഫോം പഠിച്ചു വരണമെങ്കിൽ സാധാരണ ഒരാൾക്ക് പറ്റൂലത്. സിനിമയിൽ വന്നത് കൊണ്ട് അവർക്കത് പഠിച്ച് അത് അഭിനയിക്കാൻ പറ്റി, ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റി. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു കാര്യം. ഇത്രയും നേരം സംസാരിക്കുമ്പോഴായാലും ഇപ്പം കുറേ ഫോട്ടോസ് നമ്മൾ കാണിച്ചു, കുറേ സിനിമകളെ പറ്റിയിട്ടും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും സംസാരിച്ചു, എല്ലാത്തിനെയും പറ്റിയിട്ടും ഭയങ്കരമായിട്ട് പഠിച്ച് ഭയങ്കര പക്വതയോട് കൂടിയിട്ടാണ് ശ്രീമയി സംസാരിക്കുന്നത്. ആ ഒരു ലേണിംഗ് സ്കൂളിൽ നിന്ന് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 പേരെ നമ്മളിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി ആയിട്ട് വെക്കുകയാണെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ അരച്ച് കലക്കി സിനിമ പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ഇവരെക്കാട്ടിലും ഒക്കെ എൻ്റെ ചേട്ടനുണ്ടല്ലോ, എൻ്റെ ചേട്ടൻ സിനിമ എന്ന് വെച്ചാൽ എല്ലാം ലൈക്ക് ബേസിക്കലി എല്ലാം. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഒരു 50 years to now എല്ലാം ചേട്ടന് ഡിറക്ഷൻ എല്ലാം ഉണ്ട്. ഇപ്പം ചേട്ടൻ അടുത്ത സിനിമയിലേക്ക് കയറാനുള്ള ചുവടുവയ്പ്പിലാണ്. അപ്പം സിനിമ എന്ന് പറയുന്ന ഊണിലും ഉറക്കത്തിലും എല്ലാം സിനിമയുള്ള ഇപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, ഈ ജനറേഷനുള്ള ഞങ്ങളുടെ ചേട്ടനാണ് എല്ലാം അറിയാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ചേട്ടൻ പറഞ്ഞു തരും, മക്കളെ അപ്പോൾ ഈ പടത്തിൽ ആവേശം പടത്തിലെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമാണ്, അപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് ഇതാണ് മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഈ പടത്തിൽ റിസിസ്റ്റ് ഇവരാണ്, അത് അഭിനയിക്കാൻ പോകുന്ന ഇവരാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് തമിഴിലുള്ള അജിത് സാറിൻ്റെ പടത്തിൻ്റെ പുതിയ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ മൂവീസ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ നോളജ് എനിക്ക് അമ്മമാരിലെ കാട്ടിലും കൂടുതൽ എനിക്ക് ചേട്ടൻ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളിപ്പം കുഞ്ഞാച്ച ആയാലും പിന്നെ സിനിമയിലേക്ക് വരാൻ പോവുകയാണ്, പൂമ്പാറ്റ വരാൻ പോവുകയാണ്, ചേട്ടനുണ്ട്. അപ്പം ആ ഒരു ലെഗസി അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലേക്കാണ് നിങ്ങളും ഉള്ളത്? പ്ലാനിലേക്കാണ് ഞങ്ങൾ. അതെ, പിന്നെ എല്ലാവരുടെ അനുഗ്രഹവും വേണം. തീർച്ചയായിട്ടും. അതെ, ഉറപ്പായിട്ടും എല്ലാവരുടെ അനുഗ്രഹവും വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചില ആർട്ടിക്കിൾസിലൊക്കെ 3 പേരുടെ പേരിന്റെ താഴെ ഇപ്പൊ കലാരഞ്ജിനിയിലുള്ള ആ രഞ്ജിനി, ഉർവശി മാമിനും കൽപ്പന മാമിനും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി ശരിയാണോ? അങ്ങനെ ഒരു ആക്ച്വലി ഞങ്ങള് 5 മക്കളാണ് ഇവര്. അപ്പം ഫസ്റ്റ് കലാരഞ്ജിനി, പിന്നെ കൽപ്പന പ്രിയദർശിനി, പിന്നെ കവിത മനോരഞ്ജിനി, കമൽ റോയ്, കബീർ പ്രിൻസ്. മകൻ്റെ അമ്മാവന്മാരാണ്. അപ്പം എന്തിനാണ് അമ്മ ഈ പേരിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റിലിജൻ, കാസ്റ്റ് ഒന്നും മനസ്സിലാക്കരുത് ആരും. സോ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് പേരിടണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം.
സോ അങ്ങനെയാണ് ഇവർക്ക് ഈ പേരിട്ടത്. രഞ്ജിനി അല്ല, അതെ, അങ്ങനെ പേരിട്ടത്. ഇട്ടതാണോ? വെറൈറ്റി ആയിട്ടുണ്ട്. അതേപോലെ ഒരു ടെയിൽ നെയിം ശ്രീമയ്ക്ക് വേണം തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇവരുടെ ലെഗസി തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ടെയിൽ നെയിമിൻ്റെ ആവശ്യമില്ല. ഓ, വാട്ട് എ പെർഫെക്റ്റ് ആൻസർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഉത്തരം. ഈ പൊതുവെ കൽപ്പന മാം ഉർവശി മാമിൻ്റെ അടുത്തൊരു സിസ്റ്റർ എന്നുള്ളതിലുപരി ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമർ ആ ഒരു രീതിയിൽ കുറേ കൂടി ഒരു റെസ്പെക്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്കും ഫാമിലിയിലുള്ളപ്പോൾ തന്നെ ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? പൊടിയമ്മയോടോ? അതെ, പൊടിയമ്മയോട് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുള്ള ആൾക്കാർ പറയുന്നത് അത്രയും, ഇപ്പം ഉർവശി ആസ് എൻ ആക്ടർ എന്ന് പറയുന്നത് അത്രയും ലേഡി സൂപ്പർ സ്റ്റാർ നമ്മൾ പറഞ്ഞല്ലോ, ഇത്ര കൊല്ലമായിട്ട് 40 years ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു ഔട്ട്സൈഡർ, നമുക്ക് ഫാമിലി നോക്കുമ്പോഴല്ല, ആസ് എൻ ഔട്ട്സൈഡർ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പം ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ നമ്മളെല്ലാവരും നമ്മൾ ഒരേ ഫാമിലി ആണോ എന്ന് തോന്നുമ്പോൾ നമുക്കൊരു അന്താളിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കി ആൾക്കാരെ കാണുമ്പോൾ ഉർവശി മാം ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് ആ വാല്യൂ ചിലപ്പോൾ മനസ്സിലാവാതെ പോയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ ആക്ടറാണ്. പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ആർട്ടിനെ പറ്റി അറിയുമ്പോഴും കലയെപ്പറ്റി അറിയുമ്പോഴും നമുക്ക് ആ ഒരു വാല്യൂ, ഇത്രയും നാൾ നിന്നതിൻ്റെ ആ ഒരു കഴിവ് നമുക്കപ്പം മനസ്സിലാവും. അതായത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സംഭവമാണ്, അവൾ വലിയ നിലകളിലെത്തും എന്ന് എനിക്ക് ഉറപ്പാണ്, എനിക്കറിയാം. കാരണം ഞാൻ എടുത്തുകൊണ്ട് നടന്ന പെണ്ണല്ലേ അവൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ആ ഒരു സംഭവം, ഇപ്പം നിങ്ങൾ ഒരു സ്റ്റാർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുഞ്ഞിലേ നല്ല ബോധ്യം ഉണ്ടായിരുന്നോ? ഞങ്ങളെ അങ്ങനെ വളർത്തിയിട്ടില്ല. ലൈക്ക് ഈ സ്റ്റാർ ഫാമിലിയിൽ നിന്നാണ്, ഞങ്ങൾക്ക് നോർമലായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്നു, നോർമലായിട്ട് ഞങ്ങൾ വളരുന്നു. അല്ലാതെ നിങ്ങൾ ഈ ഫാമിലിയിൽ നിന്നാണ്, നിങ്ങൾ ഇങ്ങനെ വേണം നടക്കാൻ, അങ്ങനെ മോണിറ്റർ ചെയ്തല്ല ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ നോർമൽ കിഡ്സായിട്ടാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ ഒരു ഏജ് ആവാറാകുമ്പം നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് അതൊരു ഇതായിട്ട് അത് നെഗറ്റീവായിട്ടല്ല. എല്ലാവരും നമ്മളെ സ്നേഹത്തോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. എവിടെ പോയാലും കൽപ്പന ചേച്ചിയുടെ മോളാണോ, കലാനി ചേച്ചിയുടെ മോളാണോ, അങ്ങനെ അല്ലാതെ നമ്മളെ ഇവരിങ്ങനെയാണ്, നമുക്ക് ഇവരെ അടുക്കരുത്, അങ്ങനെ ഒരു ഇതായിട്ട് ആരും ബിഹേവ് ചെയ്തിട്ടില്ല. അത് കാരണം നമുക്കൊരു സൈഡ് അത് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവരും സ്നേഹത്തോടു കൂടിയേ നമ്മുടെ അടുത്ത് അടുത്തിട്ടുള്ളൂ. അതൊരു ഏജ് ആകുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അല്ല, ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നോർമലായിട്ടുള്ള കുട്ടികളാണ്, ഞങ്ങൾ അമ്മയുടെ കൂടെയാണ് വളർന്നത്. സോ അത് കാരണം ഞങ്ങളെ അങ്ങനെ അമ്മ ആ ഒരു ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. എക്സാക്ട്ലി. ഇന്നും സംസാരിക്കുമ്പോഴും ഇതുവരെ മീഡിയയുടെ മുമ്പിൽ വരുന്നപ്പോഴായാലും ആ ഒരു എളിമ, ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നതും ആ ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മോറോവർ കൽപ്പന മാമിനും ഉർവശി മാമിനും കലാരഞ്ജി മാമിനും കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിൽ ഒരു 1% പോലും കുറയാതെ തന്നെ പ്രേക്ഷകർ തരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാർ നമ്മൾ ജനറലി കാണുമ്പോൾ തന്നെ, അമ്മമാരെ നമ്മൾ ഫംഗ്ഷൻസിന് പോകുമ്പോഴായാലും വെളിയിലായാലും കാണുമ്പം അവർക്ക് ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുത്ത അതേ സ്നേഹമാണ് ഈ അമ്മമാർ ഞങ്ങളോട് കാണിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഈ മോളാണോ, ആ മോളാണോ, മോനാണോ എന്നൊക്കെ ചോദിക്കുമ്പം അവരുടെ കണ്ണിലും ആ സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും അത് ഉണ്ടാക്കിയെടുത്തതുപോലത്തെ അല്ല, അത്രയും സ്നേഹവും സന്തോഷവും അവർ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് അത് കാണുമ്പോൾ. അതേ സന്തോഷം അതേ സ്നേഹം ഞങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടല്ലോ അവർ ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് തോന്നിയിട്ടുള്ളത്. അടുത്തൊരു പിക്ചർ ഞാൻ കാണിക്കാം, ഒന്ന് റിയാക്ട് ചെയ്യാമോ? ഇത് ഞങ്ങളുടെ പുതിയ മൂവിയുടെയാണ്. അത് ഞാനും പൊടിയമ്മയും. എന്തായിരുന്നു ഒരു ഫീലിംഗ്? അതായത് അമ്മയുടെ ഒപ്പം അഭിനയിക്കുകയാണ്. അതെ, അതും അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ സാധാരണ ഒരു നടിയല്ല, ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. വാട്ട് വാസ് യുവർ ഫീലിംഗ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനകത്ത് 2 വീലർ ഓടിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട്, ആ പേടി മുഖത്ത് കാണാം. പിന്നെ പൊടിയമ്മയ്ക്കും ആ പേടി ഉണ്ടായിരുന്നു, ഞാൻ തള്ളിയിടുമോ എന്നുള്ള പേടി. അപ്പം എന്നെക്കാട്ടിലും പേടി ആക്ച്വലി പൊടിയമ്മയ്ക്കായിരുന്നു. ഞാൻ ഈ പൊടിയമ്മയുടെ കൂടെ ആ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണം. അത് മാത്രമല്ലാതെ പൊടിയമ്മയ്ക്ക് ഒരു പേടി, എന്നെ എവിടെയെങ്കിലും ഉരുട്ടി ഇടുവോ, മക്കളെ സൂക്ഷിച്ചു പോണേന്ന് തന്നെ പിടിച്ചോണ്ടിരിക്കാം. അപ്പോൾ ഈ രണ്ടും ആലോചിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയായിരുന്നു. ആ സീന് പേടിയെന്നല്ല, ഒരു ബഹുമാനമായിരുന്നു. പൊടിയമ്മയുടെ കൂടെ നമ്മളൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, നമ്മൾ എങ്ങനെ ചെയ്യും, അത് പൊടിയമ്മയ്ക്കൊരു എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ആ സീൻ നല്ല ഒരു ഷോട്ടായിരുന്നു അത്. ലൈക്ക് ഇതിനു മുമ്പ് സിനിമയിലേക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ടാകുമല്ലോ. അപ്പം ഉർവശി മാം ഇതിന്റെ ഒരു ഭാഗമായതാണോ ഇത് തന്നെ ലൈക്ക് സെലക്ട് ചെയ്യാനായിട്ട്? അങ്ങനെയല്ല ആക്ച്വലി ഇത് ഒരു കോയിൻസിഡൻ്റലായിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇത് ഒരുമിച്ച് വന്നു, അതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പം ഈ മൂവി ഇഷ്ടപ്പെട്ടം ജയൻ സാറിൻ്റെയും ഫസ്റ്റ് ഡയറക്ഷൻ. അതെ, അപ്പം ഡയറക്ടർ മൂവി ആയത് കാരണം ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് പറഞ്ഞത് പൊടിയമ്മ ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ ഈ മൂവിയിൽ ഓൺ ബോർഡ് ആയപ്പോഴാണ് പിന്നെ അവർ പറയുന്നത് പൊടിയമ്മ ഇതിനകത്തുണ്ടെന്ന്. അപ്പോൾ അതൊരു ഷോക്കായിരുന്നു, പക്ഷേ അറ്റ് ദി സെയിം ടൈം സർപ്രൈസ്.
അതായത് പൊതുവേ വന്നൊരു കോമെന്റ് ആയിരുന്നു, സിറൈ പോട്ടർ എന്ന് പറയുന്ന സിനിമയിൽ സൂര്യ സാർ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് അവിടെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിനെയും എന്താ പറയുക വിഴുങ്ങി കവറപ്പ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നത് അതിനകത്തുള്ള ഉർവശി മാമിന്റെ പെർഫോമൻസ് ആണെന്ന്. വാട്ട് ഈസ് യുവർ കമന്റ് ഓൺ ഇറ്റ്? ബിക്കോസ് ഇപ്പം നമ്മൾ തിയേറ്റർ ക്ലാസ്സിലൊക്കെ പോകുമ്പം അവിടെ സൂര്യ പോട്ടർ പടത്തിൻ്റെ ADs ഒക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഉർവശി മാമിനെ ഫിക്സ് ചെയ്തതാണ്. ബേസിക്കലി ആ മൂവിയിൽ നമ്മുടെ സുധാ മാം വന്ന് ഫിക്സ് ചെയ്തു പൊടിയമ്മ ആ പടത്തിന്. ഇപ്പം ഓഡിഷൻസോ ബേസിക്കലി അത് ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ചില ക്യാരക്ടേഴ്സിന് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിയമ്മയ്ക്കും സൂര്യ സാറിനും കാലി വെങ്കറ്റ് സാറിനും അതിനകത്ത് സപ്പോർട്ടിങ് റോൾ കാലി വെങ്കറ്റ് സാറുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഓഡിഷൻസ് വേണ്ട എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത ക്യാരക്ടറായിരുന്നു. അപ്പോൾ പൊടിയമ്മ മുമ്പേ മാമിന് പരിചയമുണ്ട്. അപ്പോൾ ഈ റോള് ചെയ്യുമ്പം ഇത് എന്താ പറയുക സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു എന്താ പറയുക ആ ആക്ടിങ് ആ ഒരു സീൻ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു കരച്ചിലും ഇതുമൊക്കെ ആ ഒരു റേഞ്ചിൽ വന്നതാണ്. അപ്പോൾ സൂര്യ സാറിന് ആ സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഇത് തുടങ്ങി ഈ ഒരു രീതിയിൽ എത്തുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചൊരു കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു സീനായിരിക്കും. പക്ഷെ വന്നപ്പം അതിനകത്ത് പൊടിയമ്മയുടെ എന്താ പറയുക റേഞ്ച് വേറൊരു രീതിയിൽ പോയി. സൂര്യ സാറും ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. പൊടിയമ്മ ആ ഒരു ക്യാരക്ടറിനെക്കാട്ടിലും എന്താ പറയുക ആ ഒരു സീനിൽ ആവശ്യത്തിനെക്കാട്ടിലും പ്രോബ്ലി ഒരു 10 times കൂടുതൽ പൊടിയമ്മ കാഴ്ചവെച്ചു പെർഫോമൻസ് വെച്ചു. തീർച്ചയായിട്ടും അതേപോലെ ഇഷ്ടം പോലെ പെർഫോമൻസുകൾ ഇനി ശ്രീമയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഹോപ്സ് ആർ റിയലി ഹൈ ഓൺ. താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു സ്നേഹം എന്നും മലയാളികളുടെ സ്നേഹം ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുറേ നാളായിട്ട് അറിയുന്ന ഒരാളുടെ സംസാരിച്ചിരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അപ്പം എന്നും ഈ ഒരു കരിഷ്മ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്ക്. താങ്ക് യു. എനിക്ക് മീനാക്ഷിയെ കണ്ടപ്പോഴും മീനാക്ഷിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷം. എപ്പോഴും കാണുന്നതാണ് ഇൻ്റർവ്യൂസൊക്കെ. അപ്പം എന്നെ അഭിചേച്ചി വിളിച്ചപ്പോൾ തന്നെ മീനാക്ഷി വന്നപ്പം ഓക്കെ നമുക്കൊരു കംഫർട്ടബിൾ ആണ്. എപ്പോഴും കാണുന്നതാണല്ലോ മീനാക്ഷിയുടെ ഇൻ്റർവ്യൂസൊക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.